ആഭാരവർദ്ധം ജനങ്ങൾക്കും എൻ്റെ ഗുരുക്കന്മാർക്കും നമസ്കാരം. നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചത് പൂതനാമോക്ഷം കഴിഞ്ഞു. ഈ പൂതനാമോക്ഷം കഴിഞ്ഞതോടുകൂടി കംസന് പിന്നെയും തുടങ്ങി വെപ്രാളം. വയറ്റുന്നു നോക്കുമ്പോൾ ഉറക്കമില്ല, ഊണുമില്ല. അതിന് മുമ്പ് തന്നെ തുടങ്ങി. എപ്പോൾ ഈ പൂതനയും കൂടി മരിച്ചോ അതോടുകൂടി അദ്ദേഹത്തിന് തീരെ സ്വൈര്യമില്ലാതായി. ദുസ്വപ്നങ്ങൾ ദിവസം കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ മന്ത്രിമാരും അസുരന്മാരൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ചു കൂട്ടി ആദ്യം വിളിച്ചു. ഇനി എന്താ മാർഗം എന്ന് അന്വേഷിച്ചു. ഇങ്ങനെ പൂതനയും മരിച്ചു പോയല്ലോ, അപ്പോൾ ആ ഉണ്ണി ഒരു മനുഷ്യനല്ല, തീർച്ചയായിട്ടും എന്നെ കൊല്ലാൻ വന്നവൻ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ശകടാസുരൻ പറഞ്ഞ ഒരു അസുരൻ മുന്നോട്ട് വന്നു. അദ്ദേഹം പറഞ്ഞു, മഹാരാജാവേ, ഞാൻ ചെയ്യാം. പൂതന എങ്ങനെയോ മരിച്ചു, അവർക്ക് എന്തോ തെറ്റുപറ്റി മരിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് ഈ ഒരു പ്രശ്നമല്ല ഈ കുട്ടി, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. കംസന് ഭയങ്കര സന്തോഷമായി. ശരി, ഇനി വയസ്സും കേസും ഒന്നും നോക്കണ്ട. കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ 1 വയസ്സായി കഴിഞ്ഞ കുട്ടികളെ ഒക്കെ തട്ടിക്കോളും, യാതൊരു സംശയം വേണ്ട എന്ന് പറഞ്ഞയച്ചു. ഇയാൾ പോയി. അസുരനാണ്. ഈ അസുരന്മാർക്ക് അവർക്ക് ഏത് രൂപം വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സ്വീകരിക്കാം. അങ്ങനെ ഒരു അനുഗ്രഹമുണ്ട് അവർക്ക്. അതുകൊണ്ടാണ് അസുരൻ എന്ന് തന്നെ പറയുന്നത്. ഇയാൾ മായാവി എന്ത് ചെയ്തു? നേരെ പോയി അമ്പാടിയിൽ പോയി. അങ്ങനെ അമ്പാടി പോയി ഒളിച്ചു നിന്ന് കാണുന്ന സമയത്ത് അവിടെ ഭയങ്കര ഘോഷമാണ്, ആഘോഷം, ജനത്തിരക്ക് പ്രളയം പോലെയുണ്ട്. പുതിയ പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് ആൾക്കാർ വരുന്നു. ഉണ്ണി അവിടെ ഇരിപ്പുണ്ട്. ഉണ്ണിയെ പിടിച്ച് എടുക്കുന്നു, ചുംബിക്കുന്നു. ചെറിയ ചെറിയ ഗോപന്മാർ വന്നിട്ടുണ്ട്, ഗോപസ്ത്രീകൾ വന്നിട്ടുണ്ട്. പിന്നെ ഒരു വശത്ത് ഗാനങ്ങൾ നടക്കുന്നു, മറ്റേ വശത്ത് നൃത്തങ്ങൾ നടക്കുന്നു. ഇങ്ങനെ വേറൊരു സ്ഥലത്ത് ഹോമങ്ങൾ നടക്കുന്നു. എന്തോ ഗംഭീരമായ ഒരു ഉത്സവത്തിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടിയുടെ 3 മാസത്തെ പിറന്നാൾ വൃശ്ചിക മാസത്തെ പൗർണമി നക്ഷത്രത്തിലാണ് അത് വന്നിരിക്കുന്നത്. ഈ ഗോപന്മാർക്കിടയിൽ ഒരു സമ്പ്രദായമുണ്ട്. കുട്ടി കമിഴ്ന്നു കഴിഞ്ഞാൽ, 3 മാസത്തിൽ കുട്ടി കമിഴ്ന്നു കഴിഞ്ഞാൽ വാതിൽപ്പടി പുറപ്പാട് എന്ന് പറയും. വാതിൽപ്പടി പുറപ്പാട്, കുട്ടി കമിഴ്ന്നു കഴിഞ്ഞാൽ വാതിൽപ്പടി പുറപ്പാട് എന്ന് പറഞ്ഞു. അത് നമ്മുടെ ജനനസമയത്ത് എന്തെല്ലാം ഉത്സവങ്ങൾ പോലെ കൊണ്ടാടും അതുപോലെയൊക്കെ പിറന്നാൾ എങ്ങനെ കൊണ്ടാടും, ആദ്യത്തെ പിറന്നാൾ എങ്ങനെ കൊണ്ടാടും അതുപോലെ കൊണ്ടാടും. അതിലധികമാണ്. അത് അവരുടെ ഒരു സമ്പ്രദായമാണ്. നമ്മുടെ ഇതിലും ചില ആളുകൾക്ക് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്കതറിയില്ല. പക്ഷെ ഗോപന്മാർക്കിടയിൽ അങ്ങനെയൊരു സമ്പ്രദായമുണ്ട്, ആ ഇടയന്മാർക്കിടയിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ തിരക്കാണ്. അവിടെ നന്ദഗോപര് അവിടേക്ക് ഓടുന്നു, ഇവിടേക്ക് ഓടുന്നു. യശോദാമ്മ കുട്ടിയെ വെച്ചുകൊണ്ടിരിക്കുന്നു. വരുന്ന സ്ത്രീകൾ കുട്ടിയെ എടുക്കുന്നു, ചുംബിച്ച് കുട്ടി തേഞ്ഞു പോവും. ആ നിലയ്ക്കാണ് നടക്കുന്നത്. ഇയാളിത് ഒളിഞ്ഞിരുന്ന് നോക്കുകയാണ്. ഒരു ഭാഗത്ത് സദ്യ, മറ്റേ ഭാഗത്ത് ഹോമങ്ങൾ, മറ്റേ ഭാഗത്ത് വാദ്യങ്ങൾ, നൃത്തങ്ങൾ, ഇങ്ങനെ ഘോഷമയം. ശടാസനൻ ഇങ്ങനെ ഒരു വശം ഒളിഞ്ഞു നിന്നു. സന്ദർഭം കിട്ടിയിട്ട് വേണം കൊല്ലാൻ. അപ്പോൾ ഈ വാതിൽപ്പടി പുറപ്പാട്ടിന് വേറെ ഒരു ചടങ്ങും കൂടെയുണ്ട്. അമ്മ കുട്ടിയെ എടുത്തുകൊണ്ട് പുറത്തു പോയി കുറച്ചു നേരം ഇരിക്കണം, സൂര്യഭഗവാനെ കാണണം, സ്വന്തം മടിയിലിരുത്തി കുട്ടിയെ കാണണം. അതാണ് വാതിൽപ്പടി പുറപ്പാട് എന്ന് പറയുന്നത്. അമ്മ പുറത്തിരിക്കണം. അപ്പോൾ യശോദാമ്മ ഈ കുട്ടിയും കൊണ്ട് പുറത്തു പോയിരുന്നു. അപ്പോഴും ജനപ്രവാഹം നടക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞ സമയത്ത് എന്ത് ചെയ്തു? ആൾക്കാർ വരുമ്പോൾ അവരെ കൂടെ ശ്രദ്ധിക്കണമല്ലോ. പറഞ്ഞിട്ട് ആ കുട്ടിയെ അവിടെ ആക്കിയിട്ട് കുറേ ഗോപന്മാരെ, കുട്ടികളെ ഒരു 4-5 പേരെ അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, ഉണ്ണിയെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ഇവരെ വരുന്നവരെ ശ്രദ്ധിക്കാൻ വേണ്ടി അകത്ത് പോയി. അവിടെയാണെങ്കിലോ ഗംഭീരം സദ്യയാണ്. ആ സദ്യ ശ്രദ്ധിക്കാൻ വരുന്നവരെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടി പോയി. അപ്പോൾ മൊത്തത്തിൽ ഈ കുട്ടിയെ കിടത്തിയ സ്ഥലത്ത് ഈ 4-5 ഉണ്ണികളും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും തിരക്കിട്ട് ഓടുകയാണ്. ഇയാളിത് കണ്ടു. ഇത് തന്നെ നമുക്ക് പറ്റിയ സന്ദർഭം. ഉടനെ 4 ഭാഗം നോക്കിയ സമയത്ത് അവിടെ ആ ചുമരിലെ ഒരു വലിയൊരു ചക്രം നിൽക്കുന്നുണ്ടോ, ചരിച്ചു വെച്ചിരുന്നു. അപ്പോൾ
പണ്ട് കാലത്തെ പ്രമാണികൾക്കൊക്കെ രഥം അല്ലെങ്കിൽ കാളവണ്ടി ഇതായിരുന്നു അവരുടെ പ്രധാന വാഹനം. അപ്പോൾ ഇത് നന്ദഗോപരുടെ കാളവണ്ടിയുടെ ചക്രം തന്നെയാണ്. അത് ഊരി വെച്ചിരിക്കണമെന്ന് മാത്രം. ഇയാൾ എന്ത് ചെയ്തു, മായ രൂപം എടുത്ത് ഈ ചക്രത്തിൽ അങ്ങനെ പ്രവേശിച്ച് ഒരൊറ്റ പൊങ്ങൽ മുകളിലേക്ക് ചക്രം ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. കറങ്ങി 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 വളരെ സ്പീഡായി കറങ്ങുന്നുണ്ടാവും. കറങ്ങി 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 നമ്മൾ ഈ കിടക്കുന്ന ഈ കൊച്ചിൻ്റെ കൃഷ്ണ ഭഗവാന് ഇപ്പോൾ പേരിട്ടിട്ടില്ല കേട്ടോ, നാമകരണം കഴിഞ്ഞില്ല, അതാവാകും പോണേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് വ്യക്തമാവാൻ വേണ്ടി പറയണം. കൃഷ്ണ ഭഗവാൻ ഈ കുഞ്ഞിൻ്റെ നെഞ്ഞത്ത് ഇങ്ങനെ വരാൻ വേണ്ടി നേരിട്ട് വലിയ ചക്രമാണ് കേട്ടോ, നേരിട്ട് വന്ന് നെഞ്ഞെത്തുന്ന സമയത്ത് ഈ ഉണ്ണി എന്ത് ചെയ്തു, പെട്ടെന്ന് ഇടതുകാലൊന്ന് കുടഞ്ഞേ ഉള്ളൂ കേട്ടോ. ചക്രത്ത് തട്ടിയ സമയത്ത് ചക്രത്ത് തവിട് പൊടിയായി 4 ഭാഗവും തെറിച്ചു. കഷ്ണങ്ങളായി എന്നാണ് പറയണത്. തുണ്ട് കടുകിൻ്റെ കഷ്ണങ്ങൾ പോലെയായി എന്നാണ്. കുടഞ്ഞതുകൊണ്ട് സംഭവിച്ചതാണ്. ഇനി ചവിട്ടിയാൽ വേറെ ഉണ്ട്. അപ്പോൾ ആലോചിച്ചോളാം അതിൻ്റെ ശക്തി. ഉടനെ എല്ലാവരും ഓടി വന്നു ഈ ശബ്ദം കേട്ടിട്ട്. എന്തു പറ്റി, അയ്യോ എന്തു പറ്റി പറഞ്ഞു. യശോദാമ്മ കരഞ്ഞുകൊണ്ട് വന്നു, എൻ്റെ ഉണ്ണിക്ക് എന്ത് പറ്റി പറഞ്ഞു. എല്ലാവരും കെട്ടിപ്പിടിച്ചു. ആൾക്കാരൊക്കെ നോക്കുന്ന ചക്രം ഇങ്ങനെ പൊടിയായി കിടക്കുന്നു. അപ്പോൾ ഏതോ മായാവി ചെയ്ത പണിയാണ്, എൻ്റെ കുട്ടിയെ കൊല്ലാൻ വേണ്ടി ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഉണ്ണിക്ക് യാതൊരു കുഴപ്പമില്ല. മൂപ്പരിങ്ങനെ ഇരുന്ന് കണ്ണ് പതുക്കെ തുറന്ന് എന്തോ ഈ ആൾക്കാരുടെ വെള്ളം കണ്ടിട്ടാണ് കണ്ണ് തുറന്നത്, അല്ലാതെ ശകടാസുരൻ്റെ മരണം കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് ഒട്ടും പരിഭ്രവും ഇല്ല. അപ്പോൾ കണ്ണ് തുറന്നത് യശോദമ്മ കെട്ടിപ്പിടിച്ചു. എല്ലാവരും വാരിക്കോരി കൂട്ടിപ്പിടിച്ചു. ആലോചിച്ച് ഈ ചക്രം എങ്ങനെ വീണമെന്നൊക്കെ സമയത്ത് ഈ ഉണ്ണികളെ അടുത്തുണ്ടല്ലോ, അവർ പറഞ്ഞു, അമ്മേ അങ്ങനെയൊന്നുമല്ല സംഭവിച്ചത്, ഈ ചക്രം തന്നെ പൊന്തി നമ്മുടെ ഉണ്ണിയുടെ മേലെ വീഴുന്ന സമയത്ത് ഉണ്ണി ഇടതുകാലം കൊണ്ടൊന്ന് കുടഞ്ഞേ ഉള്ളൂ. ഇതുകൂടി കേട്ട സമയത്ത് അവർക്ക് രോമാഞ്ചമായി. ഒരു കുട്ടി ഇടതുകാല് കുടഞ്ഞപ്പോൾ ഇത്രയും വലിയ ചക്രം പൊടിയായി പറഞ്ഞാൽ അതാരായിരിക്കണം? സാക്ഷാൽ ഭഗവാൻ തന്നെയല്ലേ. അങ്ങനെ കുറച്ച് പേര് കരുതി. യശോദാമ്മ എന്ത് ചെയ്തു, ഏതോ മായാവികളെല്ലാവരും കൂടി എൻ്റെ ഉണ്ണിയെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിരിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് പറഞ്ഞ് ജപക്കെട്ടും മന്ത്രക്കെട്ടും ബലിയൊക്കെ കഴിഞ്ഞു, ഹോമമൊക്കെ കഴിയണം പറഞ്ഞിട്ട് അങ്ങനെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ശകടാസുരൻ മരിച്ചു. പക്ഷെ അദ്ദേഹത്തിന് ജഡമൊന്നും ഉണ്ടായിരുന്നില്ല, മായാവി ആയതുകൊണ്ട് അങ്ങനെ മരിച്ചു. കംസന് വിവരം കിട്ടി. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ 2-3 പ്രാവശ്യം ഈ വാതിൽപ്പടി പുറപ്പാടിനുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. യശോദമ്മ അങ്ങോട്ട് കൊണ്ടുപോവുക, ഇങ്ങോട്ട് കൊണ്ടുപോവുക, പുറത്തിരുന്ന് എല്ലാവരെയും കാട്ടുക, ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷമാണ് ഇത് സംഭവിക്കുന്നത്. കംസന് വിവരം കിട്ടി. എന്താണ്, ശകടാസുരൻ മരിച്ചു എന്നുള്ള വിവരം കിട്ടിയിട്ടില്ല. ഇയാൾ പോയ ആളെ തിരിച്ച് കാണാനില്ല. അപ്പോൾ കിങ്കരന്മാരെയൊക്കെ വിട്ട് അന്വേഷിച്ച സമയത്ത് അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയാം, ആരെ എന്താണെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ഇയാൾക്ക് വീണ്ടും വരട്ടെ തലവലി. മരിച്ചു എന്ന് വിചാരിച്ചു, അതുമില്ല. പൂതന പോയി മരിച്ചു, ശകടാസുരൻ്റെ അഡ്രസ്സ് ഇല്ല, ഇനി എന്താ ചെയ്യുക എന്ന് എല്ലാവരെയും വിളിച്ച് വീണ്ടും കൂട്ടി അന്വേഷിച്ച സമയത്ത് തൃണാവർത്തൻ എന്നൊരു വേറൊരു അസുരൻ പറഞ്ഞു, മഹാരാജാവേ, ഞങ്ങളെ നിങ്ങളുടെ ചോറ് തിന്നുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വന്നാൽ ഞങ്ങൾക്ക് വന്നതിൻ്റെ അനുഭവമാണ്. ഇതെനിക്കൊരു പ്രയാസമേ അല്ല. കാരണം ഈ 3 മാസമായ 4 മാസമായ കുട്ടിയെ കൊല്ലുന്നത് എന്താ വലിയ കാര്യമാണ്? ഇതിലധികം എത്രയോ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തതാണ്. അതെനിക്ക് പ്രയാസമില്ല. ഇനി ശകടാസുരൻ തിരിച്ചു വന്നില്ല പറഞ്ഞ് നമ്മൾ അയാളെ അന്വേഷിക്കുകയും വേണ്ട, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇനി ശ്രമിക്കുന്നുണ്ടാവും കൊല്ലാൻ. നമ്മൾ അതിന് വാങ്ങണ്ട, ഞാൻ പോവാം എന്ന് പറഞ്ഞ സമയത്ത് കംസന് ഭയങ്കര സന്തോഷമായി. ഓ, ഇയാൾ പണി കഴിച്ചിട്ട് വരും എന്ന് പറഞ്ഞേച്ചു. ഇദ്ദേഹം അവിടെ പോയി. അവിടെ സമയത്ത് ഈ കുട്ടികൾ, കുറേ കുട്ടികളുണ്ട്, യശോദമ്മയുണ്ട്. യശോദമ്മ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഇയാൾ മായാവിയായിട്ട് അവിടെ തന്നെ വിളിച്ചു. സന്ദർഭം നോക്കണമല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു. ഒടുവിൽ ഇതുപോലെ ഒരു സന്ദർഭം കിട്ടി. എന്താ, യശോദമ്മ പുറത്തു പോയി.
അപ്പോൾ ഇതുപോലെ തിരക്കുകളൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം അവസാനിച്ച സമയമാണ്. സാധാരണ ഒരു കുടുംബത്തിലുള്ള പോലെ കുറേ കുട്ടികളുണ്ട്, ഈ ഉണ്ണിയുണ്ട് അല്ല. അപ്പം നാമകരണമൊന്നും നടന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർ ഈ കുട്ടികളും ഈ ഇതുകൊണ്ട് വന്നിട്ടുണ്ട്. ഇയാളൊരു കൊടുങ്കാറ്റായി, ഭയങ്കര കൊടുങ്കാറ്റായി. ഈ കുട്ടിയെ കൊണ്ട് മുകളിലേക്ക് ഒറ്റ പോക്ക്. കൊടുങ്കാറ്റ് പറഞ്ഞാൽ കൊടുങ്കാറ്റ് ഇങ്ങനെ ഒരു കൊടുങ്കാറ്റ് ഉണ്ടായിട്ടുണ്ടാവില്ല. മുഴുവൻ പൊടിപടലങ്ങൾ അടുത്ത് നിന്നാൽ കാണില്ല ആൾക്കാരെ, അത്രയും പൊടി. അപ്പോൾ നന്ദഗോപനും ഗോപികളും എല്ലാവരും കൂടി ഓടി വന്നു കുട്ടിയെ രക്ഷിക്കണമെന്ന് പറഞ്ഞത്. കുട്ടിയില്ല, പക്ഷെ പരസ്പരം കാണാൻ തന്നെ പറ്റുന്നില്ല, അത്രയും പൊടിപടലങ്ങൾ. അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് കരയായി എല്ലാവരും. യശോദാമ്മ കുട്ടിയെ നോക്കിയില്ല, കുട്ടിയെ കാണാനില്ല. ഒടുവിൽ കുറച്ച് സമയം കഴിഞ്ഞാൽ ഈ പൊടിപടലങ്ങളൊക്കെ അണങ്ങി. നോക്കിയ സമയത്ത് എന്നാ മുകളിൽ ഭയങ്കര കാറ്റ്, താഴത്തൊന്നുമില്ല. അതിൽ നമ്മളെ ഉണ്ണി ഉണ്ടേനും. ഉണ്ണി ഇവർക്ക് കാണാൻ കഴിയുന്നുണ്ട് കുറച്ച് ശകലമായിട്ട്. ഭയങ്കര കാറ്റിങ്ങനെ ചുഴലിക്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു ഈ കുട്ടിയും കൊണ്ട്. കുറേ ഇവരെല്ലാവരും ഭഗവാനെ വിളിച്ച് ഇങ്ങനെ കരയാൻ തുടങ്ങി. ഒരു കുറച്ച് കഴിയുന്ന സമയത്ത് ഒരു മല ഇടിഞ്ഞു വീഴുന്ന പോലെ ശബ്ദത്തോടുകൂടി ഒരു രാക്ഷസൻ, അതായത് തൃണാവർത്തൻ, അസുരൻ, അവിടെ കിടക്കുന്ന വലിയൊരു പാറ കൊണ്ട് വന്നു വീണു. നെഞ്ഞത്ത് നമ്മുടെ ഉണ്ണിയുണ്ട്. ഉടനെ എല്ലാവരും കൂടി ബഹളം കേട്ട് ഓട്ടിപ്പോയി നോക്കുന്ന സമയത്ത് എന്താ, ഇയാൾ പർവ്വതം പോലെ കിടക്കുന്നു ഈ രാക്ഷസൻ. മേലെ നെഞ്ഞത്തെ ഉണ്ണി ചിരിച്ചുകൊണ്ട് കിടക്കണം. ആ ഉണ്ണിക്ക് യാതൊന്നും പറ്റിയിട്ടില്ല. അയ്യോ എൻ്റെ ഉണ്ണിക്ക് എന്ത് പറ്റി, അത് പറ്റി, ഇത് പറ്റി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കരയുന്നു. അപ്പോഴേക്കും ജനങ്ങൾ കൂടിക്കഴിഞ്ഞു ഒരുപാട്. എല്ലാവരും വാരി 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 എടുത്തു. യശോദമ്മ കരഞ്ഞു കഴിഞ്ഞു, എൻ്റെ ഉണ്ണിയെ ആരോ കൊല്ലാൻ നോക്കണമെന്ന്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ സമാധാനപ്പെട്ടു പോകുന്നത്, എൻ്റെ ഉണ്ണി അങ്ങനെ കൊല്ലാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്, ഇത് ഉണ്ണി ചെയ്ത പണിയാണ് എന്താ പറയുന്നത്. മൂപ്പരിക്ക് യാതൊരു കൂസലുമില്ല, മൂപ്പര് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തൃണാവർത്തൻ മരിച്ചു പോന്നു. അപ്പോൾ നന്ദഗോപൻ പറഞ്ഞു, ഇനി ഈ സാധനത്തിന് ജഡത്തിന് വയ്ക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് അതിനെ തുണ്ടു തുണ്ടായി സംസ്കരിച്ചു. അങ്ങനെ തൃണാവർത്തനും മരിച്ചുപോയി. 3 പേരായി. ഒന്ന് പൂതന, ശകടാസുരൻ, തൃണാവർത്തൻ. ഇത് 3 കൂടി ആയ സമയത്ത് കംസന് ചോദിക്കും വേണ്ട, ഇനി അവനെ വെച്ചേക്കാനേ പാടില്ല, എങ്ങനെ കൊല്ലണം, ഏത് കൊല്ലണം, വീണ്ടും ഉറക്കവും ഊണും ഇല്ലാതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഇനി നാമകരണമാണ്, നാമകരണവും ലീലകളുമാണ് വരുന്നത്. അതുകൂടെ നമ്മൾ വെറും വധം മാത്രം കേട്ടാൽ പോലല്ലോ, ഭഗവാന്റെ ലീലകളോട് കാണണ്ടേ, എന്നാലേ അതിന് രസമുള്ളൂ. അത് നമുക്ക് നാമകരണം കഴിഞ്ഞിട്ട് തുടങ്ങാം. എല്ലാവരും എന്നെ അനുഗ്രഹിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലോകനന്മയ്ക്ക് വേണ്ടി ചെയ്യുക. നിങ്ങളുടെ പരമ്പരയ്ക്കും കുട്ടികൾക്കും വേണ്ടി ചെയ്യുക. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ധർമ്മോ രക്ഷതി രക്ഷിതക. ധർമ്മോ രക്ഷതി രക്ഷിതക. ധർമ്മോ രക്ഷതി രക്ഷിതക. നമസ്കാരം.